PSC റീസ്റ്റാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2024 ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളും അതിൻ്റെ വിജയികളെക്കുറിച്ചുമാണ്. ഓക്കെ, ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് 2024 എല്ലാ മത്സര പരീക്ഷകൾ എല്ലാ PSC എക്സാംസിനും ഏറ്റവും അധികം ചോദിച്ചു കണ്ടിട്ടുള്ളൊരു മേഖലയാണ് ടെന്നീസ്. സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു മേഖലയാണ് ഈ ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളും അതിൻ്റെ വിജയികളും. പലപ്പോഴും വിജയികളെ മാത്രമല്ല അതിൻ്റെ റണ്ണേഴ്സ് അപ്പ്, അതായത് വിജയികൾ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ആരെയെന്ന് കൂടി ചോദിച്ചിട്ടുള്ളൊരു സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. അതുപോലെ തന്നെ ഇപ്പോഴെല്ലാം നമുക്കറിയാം മാച്ച് ദ ഫോളോയിങ് പോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ ഓർഡർ ചെയ്ത് നമുക്ക് ആൻസർ ചെയ്യേണ്ട ഒരു ഘട്ടമുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഓർഡർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഏതായത് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്ന ഒരു ടൂർണമെൻറ്റ് ഈ വേൾഡിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ടൂർണമെൻറ്റുകളെയാണ് നമ്മൾ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട എന്നതാണ് ഈ ഗ്രാൻഡ് സ്ലാം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പ്രധാനപ്പെട്ട 4 ടെന്നീസ് ടൂർണമെൻറ്റുകളെയാണ് നമ്മൾ ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകൾ എന്ന് പറയുന്നത്. ടെന്നീസിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ടൂർണമെൻറ്റുകൾ. അതിൽ ആദ്യമായി നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. രണ്ടാമതായിട്ട് ഫ്രഞ്ച് ഓപ്പൺ, മൂന്നാമതായിട്ട് വിംബിൾഡൺ, നാലാമതായിട്ട് US ഓപ്പൺ. അപ്പോൾ ഈ ഓർഡർ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, അതുപോലെ തന്നെ വിംബിൾഡൺ, US ഓപ്പൺ. ഈ ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്നത് ഓസ്ട്രേലിയ വെച്ചാണ്, കൃത്യമായിട്ട് അറിയാം. ജനുവരി മാസങ്ങളിലൊക്കെയാണ് നടക്കുക. അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ ഫ്രാൻസിൽ വെച്ചും, അതുപോലെ തന്നെ വിംബിൾഡൺ നടക്കുന്നത് ബ്രിട്ടനിൽ വെച്ചാണ്. അതുപോലെ US ഓപ്പൺ അറിയാം, US എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ വെച്ചിട്ടാണ് US ഓപ്പൺ നടക്കുന്നത്. ഇത് ഏറ്റവും അവസാനമായിട്ട് നടക്കുന്ന ടൂർണമെൻറ്റാണ് US ഓപ്പൺ. ഈ 4 ടൂർണമെൻറ്റുകളെയാണ് നമ്മൾ ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകൾ എന്ന് വിളിക്കുന്നത്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഈ 4 ടൂർണമെൻറ്റുകൾ. ഇത് ഓർഡറായി തന്നെ പഠിക്കുക. ഓർഡറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഓർത്ത് വയ്ക്കാൻ. ഓക്കെ, ഇതിലെ വിന്നേഴ്സ് മാത്രമല്ല അതിൻ്റെ റണ്ണേഴ്സ് അപ്പ്, അതായത് ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി എന്നുകൂടി നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും അത്തരം ചോദ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതുകൂടി പഠിച്ചിരിക്കുക. അതിലായിട്ട് നമുക്ക് ഈ പറയുന്ന 2024 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ ആരൊക്കെയാണ് നേടിയത്, അതിൽ ഫൈനലിൽ ആരെല്ലാം പരാജയപ്പെടുത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാം. അതിൽ ചില ഒരു ട്രിക്ക് ഉപയോഗിച്ച് തന്നെ നമുക്ക് അതിൽ ഓർത്ത് വയ്ക്കാനുള്ള ചില പൊടിക്കൈകളെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, അതിലാദ്യമായിട്ട് ഓസ്ട്രേലിയൻ ഓപ്പൺ ആരാണ് ആദ്യമായിട്ട് നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പണിലെ മെൻസ് സിംഗിൾസ് വിജയ് യാനിക് സിന്നറാണ്. ഓസ്ട്രേലിയൻ ഓപ്പണിലെ മെൻസ് സിംഗിൾസിലെ വിജയ് ആരാണ്? യാനിക് സിന്നർ. കൃത്യമായിട്ട് ഓർത്തിരിക്കുക, മെൻസ് സിംഗിൾസിൻ്റെ വിജയ് യാനിക് സിന്നർ. ഓക്കെ, റണ്ണറപ്പായിട്ട് ഡാനിൽ മെദ്വദേവ്. ഓക്കെ, ഡാനിൽ മെദ്വദേവ്. ഈ വിന്നേഴ്സിൻ്റെ രാജ്യങ്ങളും കൂടി നമ്മൾ ഒന്ന് ഓർത്തിരിക്കണം. യാനിക് സിന്നർ എന്ന് പറയുന്നത് ഇറ്റലിക്കാരനാണ് യാനിക് സിന്നർ. മെൻസ് സിംഗിൾസിൻ്റെ വിജയാണ്. ഓക്കെ, യാനിക് സിന്നർ. അതുപോലെ തന്നെ മെദ്വദേവ് ആണ്, റഷ്യയുടെ മെദ്വദേവ് ആണ് റണ്ണറപ്പായിട്ട് വരുന്നത്. അതിലേപോലെ തന്നെ വുമൺസിൻ്റെ കൂടെ ഒന്ന് നോക്കിയാൽ വുമൺസിൽ ആരാണ് വരുന്നത്? വുമൺസിൽ ആര്യന സബലേങ്ക. ഓക്കെ, ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 ആര്യന സബലേങ്ക ബെലാറസ് താരമാണ്. ഓക്കെ, ബെലാറസ് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിൻ്റെ താരമാണ് ആര്യന സബലേങ്ക. വിമൻസിൻ്റെ സിംഗിൾസ് വിജയാണ്. അതുപോലെ തന്നെ റണ്ണറപ്പായിട്ട്, അതായത് ഫൈനലിൽ ആര്യന സബലേങ്ക പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഷ്വെങ് ക്വിൻവെൻ. ഓക്കെ, ചൈനയുടെ ഷെങ് ക്വിൻവെനിനെയാണ് പരാജയപ്പെടുത്തിയത്. ഓക്കെ, അടുത്തതായിട്ട് ഫ്രഞ്ച് ഓപ്പൺ. രണ്ടാമത് ഓസ്ട്രേലിയൻ ഓപ്പണിന് ശേഷം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റാണ് ഫ്രഞ്ച് ഓപ്പൺ. ഫ്രാൻസിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. നടക്കുന്ന ആ ഒരു ഗ്രൗണ്ടിന്, ആ ഒരു അരേനയ്ക്ക് പറയുന്ന പേരാണ് റോളൻ ഗാരോസ്. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. റോളൻ ഗാരോസ് എന്നാണ് നടക്കുന്ന ആ ഒരു സ്റ്റേഡിയത്തിന് പറയുന്ന പേരാണ് റോളൻ ഗാരോസ്. അതുപോലെ തന്നെ ആ റോളൻ ഗാരോസിൽ നടന്ന ഫ്രഞ്ച് ഓപ്പൺ നേടിയ മെൻസ് സിംഗിൾസ് വിജയാണ് കാർലോസ് അൽക്കാരസ്. സ്പെയിൻ താരമാണ് കാർലോസ് അൽക്കാരസ്. ഒന്ന് ഓർത്തിരിക്കുക, സ്പെയിൻ താരമായിട്ടുള്ള കാർലോസ് അൽക്കാരസ് ആണ് മെൻസ് സിംഗിൾസ് വിജയ്. അദ്ദേഹം ആരായി പരാജയപ്പെടുത്തി? റണ്ണറപ്പായിട്ട് അലക്സാണ്ടർ സ്വരേവ്. ഓക്കെ, അലക്സാണ്ടർ സ്വരേവിനെ പരാജയപ്പെടുത്തി. ജർമ്മൻ താരമായ അലക്സാണ്ടർ സ്വരേവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മെൻസ് സിംഗിൾസ് വിജയായിട്ട് കാർലോസ് അൽക്കാരസ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അടുത്തതായിട്ട് വുമൺ സിംഗിൾസ് വിജയായിട്ട് അതിൽ ഇഗ സ്വൈറ്റെക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2023 കറണ്ട് അഫയേഴ്സ് പഠിച്ചവർക്കെല്ലാം അറിയാം ഇഗ സ്വൈറ്റെക് എന്ന് പറഞ്ഞാൽ പോളണ്ട് താരമായിട്ടുള്ള ഇഗ സ്വൈറ്റെക്കിനാണ് വിമൻ സിംഗിൾസ് വിജയ്. ഓക്കെ, റണ്ണറപ്പായിട്ട് വരുന്നത് ജാസ്മിൻ പൗളിനി. ഓക്കെ, ജാസ്മിൻ പൗളിനിയാണ് ഇറ്റാലിയൻ താരമായിട്ടുള്ള പൗളിനി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇറ്റാലിയൻ ടച്ച് ഉണ്ടാവും ഒരു ഭാഷയ്ക്ക്, നമുക്ക് അറിയാം. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ജാസ്മിൻ പൗളിനി, ഒരു ഇറ്റാലിയൻ താരമായിട്ടുള്ള ജാസ്മിൻ പൗളിനിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇഗ സ്വൈറ്റെക്കാണ് വിമൻസിൻ്റെ സിംഗിൾസ് വിജയായിട്ട് ഫ്രഞ്ച് ഓപ്പൺ വിജയായിട്ട് വരുന്നത്. ഓക്കെ, ഇഗ സ്വൈറ്റെക്കിന് ഫ്രഞ്ച് ആയിട്ട് വിംബിൾഡൺ. അടുത്തതായിട്ട് വിംബിൾഡൺ എന്ന് പറയുന്ന ടൂർണമെൻറ്റ് നടക്കുന്നത്
ബ്രിട്ടനിലാണെന്ന് നമ്മൾ പറഞ്ഞു. മൂന്നാമത് പ്രധാനപ്പെട്ട ടൂർണമെൻറ്റാണ് വിംബിൾഡൺ ടൂർണമെൻറ്റ് നടക്കുന്നത് ബ്രിട്ടനിലാണ്. അതിൽ മെൻസ് സിംഗിൾസ് വിജയ് കാർലോസ് അൽക്കാരസ് തന്നെയാണ്. ഓക്കെ, ഈ കാർലോസ് അൽക്കാരസ് തന്നെയാണ് വിംബിൾഡൺ ടൂർണമെൻറ്റിൻ്റെ വിജയും വിംബിൾഡൺ മെൻസ് സിംഗിൾസിൻ്റെ വിജയ് കാർലോസ് അൽക്കാരസ് ആണ്. റണ്ണറപ്പ് നമുക്കറിയാം, എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള നൊവാക് ദ്യോക്കോവിക്കിന് 2024 ഒരു ഗ്രാൻഡ് സ്ലാം കിരീടം കൂടി നേടിയ ഒരു ഗ്രാൻഡ് സ്ലാം കിരീടം കിട്ടിയില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ നൊവാക് ദ്യോക്കോവിച്ച് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് സ്കിപ്പ് ചെയ്യണം, അതൊരിക്കലും ആൻസർ ചെയ്യരുത്. ഓക്കെ, ഈ നൊവാക് ദ്യോക്കോവിക്കിന് 2024 ഒരു ഗ്രാൻഡ് സ്ലാം കിരീടം കൂടി നൽകിച്ചിട്ടില്ല, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, നൊവാക് ദ്യോക്കോവിക്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കാർലോസ് അൽക്കാരസ് മെൻ സിംഗിൾസ് വിജയായത്. ഓക്കെ, വിംബിൾഡൻ്റെ മെൻ സിംഗിൾസ് വിജയ് കാർലോസ് അൽക്കാരസ്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പണും കാർലോസ് അൽക്കാരസ് തന്നെയാണ്. വുമൺ സിംഗിൾസിൽ ബാർബറ ക്രെജിക്കോവ. ഓക്കെ, വുമൺ സിംഗിൾസ് വിജയ് ബാർബറ ക്രെജിക്കോവ. മെൻ സിംഗിൾസിലെ കാർലോസ് അൽക്കാരസും വുമൺ സിംഗിൾസിലെ ബാർബറ ക്രെജിക്കോവ. ആ പേര് തന്നെ ഈ ബാർബറ ക്രെജിക്കോവ മുമ്പും ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയിട്ടുണ്ട്. നമുക്ക് മുമ്പ് കറണ്ട് അഫയേഴ്സ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് ഏതാണ് നേടിയതെന്ന് കൃത്യമായിട്ട് മാറിപ്പോകാതെ തന്നെ ഓർത്തിരിക്കുക. 2024 വിംബിൾഡൺ കിരീടം വുമൻസ് നേടിയതാണ് ബാർബറ ക്രെജിക്കോവ. അതുപോലെ തന്നെ മെൻസിൽ കാർലോസ് അൽക്കാരസും. ഓക്കെ, റണ്ണറപ്പായിട്ട് ബാർബറ ക്രെജിക്കോവ പരാജയപ്പെടുത്തിയത് ജാസ്മിൻ പൗളിനെ തന്നെയാണ്. ഓക്കെ, ആ റണ്ണറപ്പ് 2-1 തന്നെയാണ്. ഫ്രഞ്ചിൽ റണ്ണറപ്പായിട്ട് വരുന്നത് ജാസ്മിൻ പൗളിനി തന്നെയാണ്. അതുപോലെ തന്നെ അടുത്തത് ഈ പറയുന്ന വുമൻസ് വിംബിൾഡണിലും ജാസ്മിൻ പൗളിനിയാണ് റണ്ണറപ്പായിട്ട്. അടുത്തതായിട്ട് യു എസ് ഓപ്പൺ കിരീടം 2024 നേടിയത് ഓപ്പൺ കിരീടം ഏറ്റവും അവസാനം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം കിരീടമാണ് യു എസ് ഓപ്പൺ കിരീടം 2024 നേടിയത് യാനിക് സിന്നർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു ഒരു ട്രിക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ യാനിക് സിന്നർ എന്ന് പറയുന്ന ഇറ്റാലിക്കാരനായ യാനിക് സിന്നർ ഓസ്ട്രേലിയൻ ഓപ്പൺ ഏറ്റവും ആദ്യം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം കിരീടം, ഞാൻ അതുകൊണ്ടാണ് തന്നെയാണ് ഓർഡർ പഠിക്കണമെന്ന് പറഞ്ഞത്. ഏറ്റവും ആദ്യം നടന്ന ഗ്രാൻഡ് സ്ലാം കിരീടവും ഏറ്റവും അവസാനം നടന്ന ഗ്രാൻഡ് സ്ലാം കിരീടം സ്വന്തമാക്കിയ മെൻസ് സിംഗിൾസിൽ സ്വന്തമാക്കിയ താരമാണ് യാനിക് സിന്നർ. ഓക്കെ, മെൻസ് സിംഗിൾസിൽ ഏറ്റവും ആദ്യം നടന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ സ്വന്തമാക്കുന്നതും ഏറ്റവും അവസാനം നടന്ന US ഓപ്പൺ സ്വന്തമാക്കുന്നതും ആരാണ്? യാനിക് സിന്നർ. ഓക്കെ, യാനിക് സിന്നർ എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അദ്ദേഹം ഒരു ഇറ്റാലിയൻ താരമാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ യാനിക് സിന്നർ പരാജയപ്പെടുത്തിയത് റണ്ണറപ്പായിട്ട് ടൈലർ ഫ്രിറ്റ്സ് ആണ്. ഓക്കെ, US-ൻ്റെ തന്നെ ടൈലർ ഫ്രിറ്റ്സിനെയാണ് നമ്മൾ യാനിക് സിന്നർ പരാജയപ്പെടുത്തിക്കൊണ്ട് US ഓപ്പൺ നേടിയത്. ഓക്കെ, അതിൽ തന്നെ വുമൺ സിംഗിൾസ് വിജയ്, അതേപോലെ തന്നെ നമുക്ക് കോഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ് വരുന്നിരിക്കുന്നത്. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, ആര്യന സബലേങ്കയ്ക്കാണ്. വുമൺ സിംഗിൾസ് വിജയാണ് ആര്യന സബലേങ്ക. ഓസ്ട്രേലിയൻ ഓപ്പണും ആര്യന സബലേങ്ക തന്നെയാണ് നേടിയത്. അതുപോലെ തന്നെ ഏറ്റവും ആദ്യം നടന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻ സിംഗിൾസ് ഏറ്റവും ആദ്യം നേടിയത് നമ്മൾ പറഞ്ഞു യാനിക് സിന്നർ. അതുപോലെ തന്നെ ഏറ്റവും അവസാനം നടന്ന മെൻ സിംഗിൾസ് നേടിയത് യാനിക് സിന്നർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് വുമൺ സിംഗിൾസ് ഏറ്റവും ആദ്യം നടന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റായ ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയത് ആര്യന സബലേങ്കയും. അതുപോലെ തന്നെ ഏറ്റവും അവസാനം നടന്ന ഗ്രാൻഡ് സ്ലാം കിരീടമായിട്ടുള്ള US ഓപ്പൺ നേടിയത് ആര്യന സബലേങ്കയും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ്, ഒരേ ആൾക്കാർ തന്നെയാണ്. ഏറ്റവും ആദ്യം നടന്ന ഗ്രാൻഡ് സ്ലാം ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ഓപ്പണും അതുപോലെ തന്നെ US ഓപ്പണും നേടിയത് യാനിക് സിന്നറും ആര്യന സബലേങ്കയും ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി റണ്ണേഴ്സ് അപ്പ് മാത്രം നമ്മൾ എന്ത് ചെയ്യാതാൽ മതി, കുറച്ചൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, റണ്ണറപ്പായിട്ട് ജെസിക്ക പെഗുല. ഓക്കെ, ജെസിക്ക പെഗുലയ്ക്കാണ് US-ൻ്റെ തന്നെ ജെസിക്ക പെഗുലയാണ് ഈ ആര്യന സബലേങ്ക പരാജയപ്പെടുത്തിയത്. അതുപോലെ തന്നെ മെൻ സിംഗിൾസിൻ്റെ റണ്ണറപ്പായിട്ട് ടൈലർ ഫ്രിറ്റ്സ്, അത് US-ൻ്റെ താരമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന വിംബിൾഡണും അതുപോലെ ഫ്രഞ്ച് ഓപ്പണും നമുക്ക് ഓർത്തിരിക്കാനായിട്ട് കാർലോസ് അൽക്കാരസിനെ നമുക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കാം അല്ലേ. ഇതിനിടയിൽ വരുന്ന, അതായത് ഏറ്റവും ആദ്യത്തെ ഓസ്ട്രേലിയൻ ഓപ്പണും അതുപോലെ തന്നെ ഏറ്റവും അവസാനം വരുന്ന US ഓപ്പണും അതിനിടയിൽ 2 ടൂർണമെൻറ്റുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ് വരുന്നത്? ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡണും. ഈ ഫ്രഞ്ച് ഓപ്പണും അതുപോലെ തന്നെ വിംബിൾഡണും നേടിയ മെൻ സിംഗിൾസ് താരമാണ് കാർലോസ് അൽക്കാരസ്. അപ്പോൾ കാർലോസ് അൽക്കാരസിനാണ് ഇതിന് രണ്ടിനും ഇടയിൽ വരുന്ന ഫ്രഞ്ച് ഓപ്പണും അതുപോലെ തന്നെ വിംബിൾഡണും നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. അപ്പോൾ നമുക്കതൊന്ന് ഓർത്ത് വയ്ക്കാമല്ലോ, കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന ഫ്രഞ്ച് ഓപ്പണും അതുപോലെ തന്നെ വിംബിൾഡണിൻ്റെയും വിമൻസ് ആയിട്ട് ഉള്ളവർ രണ്ടും വ്യത്യസ്തമാണ്. അത് ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക തന്നെ വേണം. ഓക്കെ, ഇഗ സ്വൈറ്റക്കും അതുപോലെ വിംബിൾഡൺ നേടിയത് ബാർബറ ക്രെജിക്കോവയും. അതുമാത്രം നമുക്കൊന്ന് അല്ലാതെ പഠിച്ചാൽ മതി. ഒന്ന് ഓർത്തിരിക്കേണ്ടത് അതുമാത്രമേ ഉള്ളൂ. ഇഗ സ്വൈറ്റക്കും ബാർബറ ക്രെജിക്കോവയ്ക്കുമാണ് ഫ്രഞ്ച് ഓപ്പണും അതുപോലെ തന്നെ വിംബിൾഡണും യഥാക്രമം ലഭിച്ചത്.
ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. അതിൽ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഓർഡറാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അതിൽ ആദ്യത്തേത് ഓസ്ട്രേലിയൻ ഓപ്പൺ, ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളിലെ ഓർഡർ കൃത്യമായിട്ട് അറിച്ചിരിക്കുക. ആദ്യത്തേത് ഓസ്ട്രേലിയൻ ഓപ്പൺ, രണ്ടാമത് ഫ്രഞ്ച് ഓപ്പൺ, മൂന്നാമത് വിംബിൾഡൺ, നാലാമത് US ഓപ്പൺ. ഏറ്റവും ആദ്യം നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പണും ഏറ്റവും അവസാനം നടക്കുന്നത് US ഓപ്പണും. ഏറ്റവും ആദ്യം നടന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയത് യാനിക് സിന്നറും ആര്യന സബലെങ്കിയുമാണ്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം നടന്ന US ഓപ്പൺ നേടിയതും ഇവർ തന്നെയാണ്, യാനിക് സിന്നറും ആര്യന സബലെങ്കിയും. കൃത്യമായി ഓർത്തിരിക്കാലോ. അതുപോലെ തന്നെ ഇതിനിടയിൽ നടക്കുന്ന 2 ടൂർണമെൻറ്റുകളാണ് ഈ ഓസ്ട്രേലിയൻ ഓപ്പണിൻ്റെയും US ഓപ്പണിൻ്റെയും ഇടയിൽ വരുന്ന 2 ടൂർണമെൻറ്റുകൾ ഏതൊക്കെയാണ്? ഫ്രഞ്ച് ഓപ്പണും അതുപോലെ തന്നെ വിംബിൾഡണും. ഈ ഫ്രഞ്ച് ഓപ്പൺ വിംബിൾഡൺ നേടിയ പുരുഷ താരം ഒരേ ആൾ തന്നെയാണ്. ആരാണ്? കാർലോസ് അൽക്കാരസ്. ഓക്കെ, ഈ പുരുഷ താരം ഈ പറയുന്ന ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡണും നേടിയ പുരുഷ താരം കാർലോസ് അൽക്കാരസ് ആണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വുമൺ സിംഗിൾസ് വിജയികളാണ് ഇതിൽ വ്യത്യസ്തമായിട്ട് വരുന്നത്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് ഫ്രഞ്ച് ഓപ്പൺ നേടിയ വുമൺ സിംഗിൾസ് വിജയി എന്ന് പറയുന്നത് ഇഗ സ്വൈറ്റക്കാണ്. അതുപോലെ തന്നെ വിംബിൾഡൺ നേടിയിട്ടുള്ള വിമൻസ് സിംഗിൾസ് വിജയി എന്ന് പറയുന്നത് ബാർബറ ക്രെജിക്കോവയാണ്. ഇതാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്കത് എല്ലാ പേരുകളും കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഗ്രാൻഡ് സ്ലാം കിരീടം എന്ന് പറയുന്നത് ഈ ഓർഡറിൽ തന്നെ പഠിച്ചിരുന്നാൽ നമുക്ക് വളരെ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.